ഹലോ. അപ്പോൾ എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ മോക്ക് എക്സാം എഴുതുമ്പം സ്ഥിരമായിട്ട് 400-450 റേഞ്ചിലാണ് മാർക്ക് വരുന്നത്. ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ? എനിക്ക് നീറ്റ് കിട്ടുമോ? 650 എബോവ് ഒക്കെ വാങ്ങിക്കാനായിരുന്നു ആഗ്രഹം. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു എക്സാം വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്ന മാർക്ക് വെച്ചിട്ട് ഇതാണ് നമ്മുടെ നീറ്റിന് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് ആ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എഴുതുന്ന എല്ലാ മോക്ക് എക്സാമിനേക്കാളും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ എക്സാമിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നീറ്റ് എക്സാം. കാരണം നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോച്ചിങ് പോലും കിട്ടാത്ത കുട്ടിക്ക് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും, അതായത് ഇതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനമൊന്നുമല്ല, വിചാരിച്ചു കഴിഞ്ഞാൽ നീറ്റ് കിട്ടാവുന്നതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനോ വേണ്ടി തീരുമാനിച്ചത്. സോ ഇപ്പം 400 ആണ് മാർക്ക് കിട്ടുന്നത്, 450 ആണ് മാർക്ക് കിട്ടുന്നത് എന്ന് കരുതിയിട്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നതാണ് കഴിഞ്ഞ വർഷം നീറ്റിന് കിട്ടിയ മാർക്കായിരുന്നു 400, ഇപ്പോഴും മോക്ക് എക്സാമിന് 400 ആണ് കിട്ടുന്നത് എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോൾ കിട്ടുന്ന മാർക്കിനേക്കാളും ഒരു മിനിമം 100 മാർക്കെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. അതിന് ആ 100 മാർക്കിനേക്കാളും കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള 20 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനും എങ്ങനെയാണ് പഠിക്കേണ്ടതും എങ്ങനെയാണ് മെൻ്റലി സ്റ്റേബിളായിട്ട് നിൽക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ നീറ്റ് കിട്ടൂല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നീറ്റ് കിട്ടാത്തൊരു കണ്ടീഷനിലേക്കായിരിക്കും അവസാനം പോവുക. അതിന് പകരം ഇനിയുള്ള 20 ഡേയ്സ് കൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോക്ക് എക്സാമിൻ്റെ അനാലിസിസ് നമ്മൾ വൃത്തിക്ക് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ മെൻ്റലി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യാനില്ലേ. ഇപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞു, ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞു, ബയോളജി, ഈ ചാപ്റ്റേഴ്സൊക്കെ വൃത്തിക്ക് റിവൈസ് ചെയ്തിട്ട് ഇനിയുള്ള ഡേയ്സ് കൊണ്ട് ഒരു 100, 150 അല്ലെങ്കിൽ 200 മാർക്ക് വരെ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി എനിക്ക് നീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞ് ഈ ഒരു അവസാന നിമിഷത്തിൽ ഇതൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതിന് പകരം ഇനി കോൺഫിഡൻ്റ് ആയിട്ട് നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നമ്മൾ മോക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യുന്നത്, അതിൽ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാണ്. അതായത് നമുക്ക് വീക്ക് ചാപ്റ്റേഴ്സ് ഏതാണ്, വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് നോക്കിയിട്ട് അല്ലെങ്കിൽ വീക്ക് ടോപ്പിക്സ് ഏതൊക്കെയാണ് നോക്കിയിട്ട് അതിൻ്റെ മേലെ വർക്ക് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ വേണ്ടി നോക്കുക. പിന്നെ മെയിൻ കാര്യം, എനിക്ക് നീറ്റ് കിട്ടും എന്നുള്ളത് നിങ്ങളാണ് സ്വയം തീരുമാനിക്കേണ്ടത്. അല്ലാതെ മറ്റൊരാൾ നീറ്റ് കിട്ടുമോ കിട്ടൂലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ ഒരുമാതിരി കോൺഫിഡൻസ് ഒക്കെ ലൂസ് ചെയ്യുന്ന ടൈപ്പ് ആവരുത്. നീറ്റ് കിട്ടുമെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നീറ്റ് വാങ്ങിയിരിക്കും എന്ന് അയാളോട് തിരിച്ചു പറയേണ്ട ആ ഒരു സ്ട്രെങ്ത്ത്, ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വരണം. ഈവൻ നമ്മൾ വീക്കാണെങ്കിൽ പോലും നമ്മളോട് ഈ വർഷം ഞാൻ ക്രാക്ക് ചെയ്യും, ഈ വർഷം എനിക്ക് എന്തായാലും നീറ്റ് എക്സാം കിട്ടിയിരിക്കും, ഞാൻ നീറ്റ് എക്സാം ഹാളിൽ പോയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ, ഒരു സില്ലി മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് വരും എന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം ഹാളിൽ നാളെ പോയിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതി വരാൻ പറ്റുള്ളൂ. പിന്നെയുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തിയറിക്കും ക്വസ്റ്റ്യൻ പ്രാക്ടീസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഇനിയുള്ള ഡേയ്സിൽ പ്രിപ്പറേഷൻ നടത്താൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ 450 ഉള്ള ആൾക്ക് പോലും 600 എബോവ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ വെറുതെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരില്ല. നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഇത് കിട്ടാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു അവസാന നിമിഷം ഇനി കിട്ടില്ല, ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്, അങ്ങനെ വിചാരിക്കുന്നതിന് പകരം നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം.